പന്മന ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ നടത്തി. മേരാ ഗാവ് മേരി ധരോഹർ പദ്ധതിയുടെ ഭാഗമായാണ് പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. മേരാ ഗാവ് മേരി ധരോഹർ MGMD പദ്ധതിയുടെ ഭാഗമായാണ് പന്മന ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലായിരുന്നു ഗ്രാമസഭ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രത്തിന് സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനമാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിൽ 1929 നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനത്തിലാണ് തീരുമാനിക്കുന്നത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കണം. ബ്രിട്ടീഷുകാരന്റെ അധിനിവേശമില്ലാതെ നിയന്ത്രണമില്ലാതെ ഒരു ഭരണ സംവിധാനം രാജ്യത്തുണ്ടാകണം എന്ന് തീരുമാനിക്കുമ്പോൾ അതിനുവേണ്ടി തീരുമാനിച്ചത് 1929 തീരുമാനിക്കുന്നത് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുമ്പോഴും ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ പ്രാബല്യത്തിൽ വരുമ്പോൾ അത് 1950 ജനുവരി 26 തിരഞ്ഞെടുക്കപ്പെടുന്നത് പൂർണ്ണ സ്വരാജിന്റെ ഓർമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം റിപ്പബ്ലിക് ആകുന്നു എന്ന് പറഞ്ഞാൽ, റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ജനാധിപത്യവും റിപ്പബ്ലിക്കും രണ്ട് ഘട്ടങ്ങളായിട്ടാണ്, രണ്ട് തലങ്ങളിലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും എല്ലാ രാജ്യങ്ങളെയും റിപ്പബ്ലിക് എന്ന് പറയാൻ കഴിയില്ല. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന ഒരു ഭരണഘടന. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനും ഇഷ്ടപ്പെട്ട തരത്തിൽ ജീവിക്കുവാനും വിശ്വാസമില്ലാത്തവർക്ക് ജീവിക്കുവാനും കഴിയുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടന രാജ്യത്ത് സമർപ്പിക്കപ്പെടുമ്പോൾ അത് ഇന്ന് റിപ്പബ്ലിക്കിന്റെ അഭിമാനമായി നമ്മൾ കാണുന്നു. വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊച്ചട്ടയിൽ സലീം, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.